ന്റെ ദീനിൽ എന്നെ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് ഏറ്റവും ദുആ ചെയ്തത് ഏറ്റവും വലിയ ഈമാൻ കിട്ടിയ അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളൊക്കെ എത്ര ദുആ ചെയ്യണം? അള്ളാഹിന്റെ ഹബീബാണ് ഈ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, നീ വലിയ പരീക്ഷണം തരുന്ന ലോകമാണിത്. എന്തേന്നറിയോ? ഇതിൻ്റെ ഒക്കെ പകരം നാളെ തരുന്നത് സ്വർഗമാണ്. സ്വർഗം എന്താണ്? ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ലോകമാണോ? അല്ലല്ലോ. നമ്മൾ കാണുന്ന പളപടപ്പുള്ള വലിയ വലിയ ഭംഗിയുള്ള അലങ്കാരമുള്ള കൊട്ടാരങ്ങൾ ഇതൊന്നുമല്ലല്ലോ. ഫീഹാ മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും വരാത്തതാണ് സ്വർഗമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫ് കാണുമ്പോഴേക്കും ചെറിയ നെട്ടിപ്പോ, അടച്ചോനെ ഇങ്ങനെയാണ് സ്വർഗം എന്തായിരിക്കുന്നത്? ഇതൊന്നുമല്ല. ഒരു ഡിസൈനറുടെ, ഒരു ഗ്രാഫിക് ഡിസൈനറുടെ മനസ്സിലോ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സിലോ ഒന്ന് വരിക പോലും ചെയ്യില്ല സ്വർഗം എന്താണെന്ന്. അതാണ് അല്ലാഹുവിന്റെ സ്വർഗം. ഇത് തരുന്നത് ആർക്കാണെന്നറിയോ? ഈ തിന്മയുടെയും നന്മയുടെയും വടംവലിയിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്കാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയത്തെ അടിയുറപ്പിച്ചു തരണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, എൻ്റെ മക്കൾക്ക് പിശാചിന്റെ ബാധ വരാതെ കാക്കേണമേ. അല്ലാഹുമ്മ ജന്നിബ്ഹു ശയാതീൻ. അല്ലാഹുവേ, പിശാചിന്റെ ബാധ വരാതെ കാക്കേണമേ. ഇത് ദുആ ചെയ്തിട്ടുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പരിശുദ്ധ ശിരസിൽ കൈവച്ചുകൊണ്ട് അവരുടെ വല്യപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മാതാപിതാക്കൾ മക്കൾക്ക് നന്മയ്ക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ. ഒരിക്കലും ശപിച്ചു പോകല്ലേ. ഇന്ന ലില്ലാഹി സഅതൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുഅ്മിനുൻ ഇല്ലാ ഇസ്തജാബ ലഹ്. ചില നേരങ്ങളിൽ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് ശരിയാണോ നല്ലതോ ചീത്തയോ ആകട്ടെ, എന്താണോ പ്രാർത്ഥിച്ചു പോകുന്നത് അത് അല്ലാഹു ഉത്തരം നൽകിയേക്കും. അതുകൊണ്ട് മക്കളെ ശപിക്കരുതേ. മക്കൾ എന്ത് തിന്മ ചെയ്താലും അവർക്ക് നന്മയായി തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു കൊടുക്കിൻ മാതാപിതാക്കൾ. അവരെ ശപിച്ച് തള്ളലിൻ. അവർക്ക് സ്വർഗം വേണ്ടേ? അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണ്ടേ? അവർ സ്വർഗത്തിലേക്ക് വരണ്ടേ? നരകത്തിലേക്കെന്ന് പറഞ്ഞ് തള്ളിവിടലിൻ. മാതാപിതാക്കൾ പൊരുത്തം കൊടുക്കിൻ. ഗുരുനാഥന്മാർ പൊരുത്തം കൊടുക്കിൻ. സമൂഹത്തിൽ പിഴച്ചു ജീവിക്കുന്ന ആളുകൾക്ക് നന്മ വരണ്ടേ? മഹാനായ മഅറൂഫുൽ ഖർഖിയോട് ഒന്ന് ദുആ ചെയ്യണേ, ഈ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ദിജ്ലയുടെ ഓളങ്ങളിൽ വിളക്ക് കത്തിച്ച് മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം പാട്ടുപാടി ഡാൻസ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരെ കാണിച്ചിട്ട് മഹാനായ ദുആഇന് ഉത്തരമുള്ള മഹാൻ മഅറൂഫുൽ ഖർഖിയോട് അസ്ഹാബ് ചോദിച്ചു, നിങ്ങളൊന്ന് ദുആ ചെയ്യിൻ ഇവരെ നശിപ്പിക്കാൻ. നിസ്കരിക്കാതെ മഗ്‌രിബ് നിസ്കാരം ഖളാ ആക്കിയിട്ട് വിളക്ക് കത്തിച്ച് മദ്യപിച്ച് ഈ വെള്ളത്തിൽ പുഴയിൽ ഇങ്ങനെ നടക്കുന്ന, അന്ന് ഇറാഖിലെ ദിജ്ലയിൽ നടക്കുന്ന സംഭവം മഹാനായ മഅറൂഫുൽ ഖർഖിയോട് പറഞ്ഞത് ഇവരെ നശിപ്പിക്കാൻ ദുആ ചെയ്യണേ. മഹാൻ ദുആ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അല്ലാഹുമ്മ പടച്ചവനെ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറ. അല്ലാഹുവേ, 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 ഈ ലോകത്തവർക്ക് നീ സന്തോഷിക്കാൻ വക നൽകിയതുപോലെ നാളെ പരലോകത്ത് സന്തോഷിക്കാൻ വക കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. നശിപ്പിക്കണേ എന്നല്ല, നാശം വരട്ടെ എന്നല്ല, നന്നായി വരട്ടെ. അല്ലാഹുമ്മ പടച്ചവനെ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ, ദുനിയാവിൽ അവർക്ക് ആനന്ദം നൽകിയതുപോലെ നാളെ പരലോകത്ത് ആനന്ദം കൊടുക്കണേ. അതിൻ്റെ അർത്ഥം കള്ളുകുടിയൊക്കെ നിർത്തിയിട്ട് നല്ല മക്കളായി ജീവിച്ചാലേ ആഖിറത്തിൽ ആനന്ദമുണ്ടാകൂ. ഈ മക്കളെ ഒന്ന് നന്നാക്കി കൊടുക്കണേ. ഇത് പ്രാർത്ഥിച്ച മഅറൂഫുൽ ഖർഖിയെ പോലെ ഉമ്മയുടെ മനസ്സ് തുറക്കണം, വാപ്പയുടെ മനസ്സ് തുറക്കണം, മുതിർന്നവരുടെ മനസ്സ് തുറക്കണം. സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ശപിച്ചു കളയലിനാരെയും നന്മ വരട്ടെ, എല്ലാവരും നന്നാവട്ടെ, എല്ലാവർക്കും ഹിദായത്തിന്റെ മാർഗം അല്ലാഹു വെട്ടിത്തെളിക്കട്ടെ, തിന്മകൾ അല്ലാഹു പുറത്തു തരട്ടെ, അവന്റെ റഹ്മത്തുകൾ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും എമ്പാടും അല്ലാഹു വർഷിപ്പിക്കട്ടെ.
സല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹു ഈ രാത്രി നമുക്ക് പുറത്തു തരട്ടെ. ഒരൊറ്റ ദുആ പറഞ്ഞിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനം ചോദിക്കാനുള്ള പ്രാർത്ഥനകളുടെ നേതാവ്. മൻ ഖാലഹാ ഫീ ലൈലത്തിൻ, ഒരു രാത്രി ആ വാക്കുച്ചരിക്കുകയും ആ ദുആ ചൊല്ലുകയും ഫതുവഫി ഫമാത ഫീ തിൽക്കൽ ലൈല, ആ രാത്രി തന്നെ അയാൾ മരിക്കുകയും ചെയ്താൽ, ഈ വചനങ്ങൾ ശ്രദ്ധയോടുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ അൻത റബ്ബി, നീ ഞങ്ങളുടെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഉടമസ്ഥനില്ല പടച്ചവനെ. ഖലഖ്തനി വഅന അബ്ദുക, നീ എന്നെ പടച്ചു, ഞാൻ നിന്റെ അടിമയാണ്. വഅലാ അഹ്ദിക വവഅദിക മസ്തതഅത്, എൻ്റെ കഴിവിൻ്റെ പരമാവധി നീ പറഞ്ഞ പോലെ ജീവിക്കാൻ ഒരുക്കമാണല്ലാഹ്. അഊദു ബിക മിൻ ശർരി മാ സനഅത്, ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും അതിൻ്റെ പാപത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് തന്നത് ഒരുപാട് നിഅമത്താണ്. വഅബൂഉ ബിദംബി, പകരം ഞാൻ ചെയ്തത് തെറ്റുകളാണ് റബ്ബേ. ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തുതാ. ലാ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പുറത്തു തരാൻ ആളില്ലല്ലോ അല്ലാഹ്. ഇത് ശ്രദ്ധയോടുകൂടെ ഒരു പകലിൽ പറഞ്ഞ് മഗ്രിബിന്റെ മുമ്പ് മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഹബീബല്ലേ നമുക്കിതൊക്കെ പഠിപ്പിച്ചു തന്നത്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹു നമ്മെല്ലാവർക്കും പുറത്തു തരട്ടെ. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പാപങ്ങൾ ശുദ്ധിയാക്കപ്പെട്ടവരായി അല്ലാഹു നമ്മെ മാറ്റിത്തരട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം നമ്മളോടുണ്ടാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്നവരിലേക്ക് അള്ളാഹു നമ്മെ ചേർക്കട്ടെ. തെറ്റുകൾ സംഭവിക്കാതെ അള്ളാഹു കാക്കട്ടെ. സംഭവിച്ചു പോകുന്ന തെറ്റുകളിൽ ഉടനെ പശ്ചാത്തപിക്കാനുള്ള മനസ്സ് അള്ളാഹു തരട്ടെ. ഐഷു സുഅദാ, സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അങ്ങനെയാണ്. പിന്നെ സന്തോഷമാണ്. എല്ലാം എൻ്റെ റബ്ബാണ് ഇടപെടുന്നത്, എല്ലാം എൻ്റെ റബ്ബിൻ്റേതാണ്. ഞാൻ അള്ളാഹുവിൻ്റെ അടിമ, ഞാൻ ജീവിക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ഇഷ്ടത്തിനല്ല. ഞാൻ ജീവിക്കുന്നത് അള്ളാഹിൻ്റെ ഇഷ്ടത്തിനാണ്. അതുകൊണ്ട് പലതും നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ, എനിക്കത് മതി. അങ്ങനെ ഇഷ്ടപ്പെടുന്ന മക്കളും ഭാര്യയും കുട്ടികളൊക്കെ ആയാൽ അൽഹംദുലില്ലാഹ്, ജീവിതം വിജയിച്ചില്ലേ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഖൈറ മാ യതസവ്വജുൽ അബ്ദു ബഅദ തഖ്വല്ലാഹ്, അള്ളാഹുവിനോടുള്ള തഖ്വ കഴിഞ്ഞൊരു മനുഷ്യന് കിട്ടുന്ന വലിയ ഭാഗ്യം, വലിയ സമ്പാദ്യം അൽ മർഅത്തു സ്വാലിഹ, ഏറ്റവും നല്ല അള്ളാഹുലേക്ക് സഹായിക്കുന്ന പെണ്ണാണ്. അങ്ങനത്തെ നമ്മുടെ മക്കളുടെ ഉമ്മ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മ, നമ്മുടെ ഭാര്യമാർ അള്ളാഹുലേക്ക് നമ്മെ സഹായിക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് രക്ഷ കിട്ടി. നമ്മൾ നന്നായി.
ഇതിനു വേണ്ടി ദുആയിരക്കാൻ പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂൽ. പരിശുദ്ധ ഖുർആനിൻ്റെ അവസാന വചനങ്ങൾ ഓതിയിട്ട് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗം വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പറയണം സത്യവിശ്വാസികൾ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും കൺകുളിർമയെ തരണേ. ഇതാണ് ഈ കൺകുളിർമ എന്ന് പറഞ്ഞാൽ, അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതായിട്ട് കാണാം. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. എന്തെങ്കിലും പഴപ്പിക്കുന്നു അവരോട് പറയാം, ഞാൻ നീ വിചാരിച്ച ആളല്ല, എനിക്കിത് പറ്റൂല, ഞാൻ മുസ്ലിമായ പെൺകുട്ടിയാണ് എന്ന് തിരിച്ചു പറയാൻ ധൈര്യമുള്ള പെൺകുട്ടികൾ വേണം. പെൺകുട്ടികളെങ്ങാനും ചെറുപ്പക്കാരെ പഴപ്പിക്കുമ്പോൾ ഞാൻ മുസ്ലിമാണ് സഹോദരി, നിക്കാഹിലൂടെ അല്ലാതെ ഒരന്യ സ്ത്രീക്കോ പുരുഷനോ സംസാരിക്കാനോ കാണാനോ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുന്ന മക്കൾ, ഇത് കൺകുളിർമയാണ്. ചോദിക്കണം മാതാപിതാക്കൾ. ഇങ്ങനെ ദുആ ചെയ്യുന്നവർ കാരുണ്യവാന്റെ ഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ, അവരുടെ പ്രത്യേകത ഇങ്ങനെ ദുആ ചെയ്യുന്നതാണ്. റബ്ബനാ, അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഭാര്യമാരെ ദുആരക്കുമ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് അർത്ഥം വരും. അത്ഭുതമുള്ള വാക്കാണത് അസ്വാജ്. ആണിനും പറയും പെണ്ണിനും പറയും ഒരേ സമയം. റബ്ബനാ